നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്റർ 4 ഐഡന്റിറ്റീസ്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ തുടങ്ങാം. ഐഡന്റിറ്റീസ്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ആൾജിബ്രായിക് എക്സ്പ്രഷൻ. നമ്മൾ മാത്സിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയാത്ത കാര്യം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അതിനെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യാറുണ്ട്. 2x + 3, x + 4, y - 5 അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് കിട്ടും. ഈ സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഈക്വൽ ടു സൈൻ ഉപയോഗിച്ച് എഴുതുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ 2x + 3 = 5, അല്ലെങ്കിൽ x × x + 1 = x² + 1. ഇതൊക്കെ ഇക്വേഷൻസ് ആണ്. ആൾജിബ്രായിക് എക്സ്പ്രഷൻസിൽ നമ്മൾ ഈക്വൽ ടു സൈൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻസ് കിട്ടും. ഇത് രണ്ടും ഇക്വേഷൻസ് ആണ്. ഇത് ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് ആണ്. ഇവിടെ കുറച്ച് ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. x + 3 = 7, 2x + 3 = 3x + 2, y + y + 1 = 2y + 1, x × x - 2 = x² - 2. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഐഡന്റിറ്റി എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ x + 3 = 7 നമ്മൾ എക്സിന് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, എക്സിന് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് എന്ത് വരും? 4 + 3. അപ്പൊ റൈറ്റ് സൈഡിലുള്ളത് 7. അപ്പൊ ഇത് ഈക്വൽ ആണ്. അതായത് എക്സിന് 4 കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ ട്രൂ ആയിരിക്കും. എക്സിന് 1 കൊടുത്തു നോക്കിയാലോ? എക്സിന് 1 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് 1 + 3 4 എന്നാണ് കിട്ടുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡില് എന്താ കിടക്കുന്ന നമ്പർ? 7 ആണ്. x = 1 ആവുമ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ആകെ x = 4 മാത്രമാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. നെക്സ്റ്റ് ഇക്വേഷൻ നോക്കുക. 2x + 3 = 3x + 2. നമുക്ക് എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. x = 1. x = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് 2 × 1 + 3, 2 × 1 2 + 3 = 5 എന്ന് കിട്ടി. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ എക്സിന് 1 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താവും? 5 ആവും. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 കൊടുക്കുമ്പോൾ 3 × 1 + 2 = 3 + 2 = 5. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും 5 കിട്ടി. അതായത് x = 1 ആവുമ്പോൾ ദിസ് ഇക്വേഷൻ ഈസ് ട്രൂ. x = 2 ആവുമ്പോൾ എന്തായിരിക്കും നോക്കാം. x = 2. x = 2 ആവുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് 2 × 2 + 3, 2 × 2 4 + 3 7, 3 × 2 + 3, 3 × 2 6 + 3 9. അപ്പൊ എക്സിന് വാല്യൂ 2 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 7ഉം റൈറ്റ് ഹാൻഡ് സൈഡിൽ 9ഉം ആണ്. ദാറ്റ് മീൻസ് x = 2 ആവുമ്പോൾ ഈ ഇക്വേഷൻ ട്രൂ അല്ല. ദിസ് ഇക്വേഷൻ ഈസ് നോട്ട് ട്രൂ വെൻ x = 2. x = 1 എന്നുള്ള വാല്യൂവിന് മാത്രമാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇക്വേഷൻ നോക്കാം. y + y + 1 = 2y + 1. അപ്പൊ നമുക്ക് yക്ക് 1 വാല്യൂ കൊടുത്തു നോക്കാം. y = 1 ആവുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് സൈഡില് 1 + 1 + 1. ദാറ്റ് മീൻസ് 1 + 1 + 1 2 = 3. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ വാല്യൂ 3 കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തായിരിക്കും നോക്കാം. 2y + 1. yക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 1 + 1, 2 × 2 2 + 1 = 3. yക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഈസ് ട്രൂ. ഇക്വേഷൻ ശരിയാണ്. നെക്സ്റ്റ് നമുക്ക് yക്ക് 2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. y = 2. 2 + 2 + 1 ലെഫ്റ്റ് ഹാൻഡ് സൈഡില്. അപ്പൊ 2 + 3 = 5 എന്ന് കിട്ടി. റൈറ്റ് ഹാൻഡ് സൈഡിൽ yക്ക് 2 കൊടുക്കുമ്പോൾ 2 × 2 + 1 = 4 + 1 = 5. അപ്പോൾ yക്ക് 2 കൊടുക്കുമ്പോഴും ഇക്വേഷൻ ട്രൂ ആണ്. yക്ക് 1 കൊടുത്തപ്പോഴും yക്ക് 2 കൊടുക്കുമ്പോഴും
ഇക്വേഷൻ ട്രൂ ആണ്. ഇനി ഒരു വാല്യൂ കൂടി വൈക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. y ഈക്വൽ ടു 10 കൊടുക്കാം. y ഈക്വൽ ടു 10 കൊടുക്കുമ്പോൾ 10 plus 1 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 10 plus 11 21. y ക്ക് 10 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 21. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും? 2 into 10 plus 1. 2 into 10 20 plus 1 equal to 21. അപ്പോഴും വാല്യൂ 21. y 1 ആവുമ്പോഴും y 2 ആവുമ്പോഴും y 10 ആവുമ്പോഴും ഇക്വേഷൻ ട്രൂ ആണ്. അതായത് ഈ ഇക്വേഷൻ y ക്ക് ഏത് വാല്യൂ കൊടുത്താലും ഇത് ട്രൂ ആയിരിക്കും. അങ്ങനെയുള്ള ഇക്വേഷനാണ് നമ്മൾ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഐഡന്റിറ്റി അതായത് ആ ഇക്വേഷനിലുള്ള ഈ എക്സോ വൈയോ ആൽഫബറ്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? വേരിയബിൾ. ഈ എക്സ് വൈ എക്സ് അങ്ങനെയുള്ള ഈ ആൽഫബറ്റ്സിനെ നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഇക്വേഷനിലുള്ള വേരിയബിളിന് നമ്മൾ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ആ ഇക്വേഷൻ ട്രൂ ആണെങ്കിൽ ആ ഇക്വേഷനെ നമ്മൾ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ഈ ഇക്വേഷൻ ഐഡന്റിറ്റി ആണോ നോക്കണം. ഐഡന്റിറ്റി ആവണം എന്ത് വേണം? എക്സിന് നമ്മൾ ഏത് വാല്യൂ കൊടുത്താലും അത് ട്രൂ ആയിരിക്കണം. അപ്പൊ എക്സിന് 5 കൊടുത്തു നോക്കാം. കുറച്ച് വലിയ നമ്പർ കൊടുക്കാം. 5 കൊടുത്തു. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് 5 into 5 minus 2 equal to 5 into 3 equal to 15. എക്സിന് 5 വാല്യൂ കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് 15. എക്സ് സ്ക്വയർ മൈനസ് 2 റൈറ്റ് ഹാൻഡ് സൈഡില് എക്സ് 5 കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ മീൻസ് 5 സ്ക്വയർ മൈനസ് 2. 5 square is 25 minus 2 equal to 23. ഇവിടെ x equal to 5 വാല്യൂ കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ അല്ല. x equal to 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഇക്വേഷൻ ഈസ് നോട്ട് ട്രൂ. അപ്പൊ ഇത് ഐഡന്റിറ്റി അല്ല, ഇതും ഐഡന്റിറ്റി അല്ല, ഇതും ഐഡന്റിറ്റി അല്ല. അപ്പൊ നമ്മൾ ഇക്വേഷൻസ് എന്താന്ന് കണ്ടു. ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സൈൻ ഇട്ട വേരിയബിൾ ഉള്ള ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് ആണ് ഇക്വേഷൻസ്. ഇനി ഐഡന്റിറ്റീസ് എന്താന്ന് കണ്ടു. ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേഷനില് ഏത് വാല്യൂ വേരിയബിളിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും ഇക്വേഷൻ ട്രൂ ആയിരിക്കണം. അപ്പൊ ആ ഇക്വേഷൻസിനെയാണ് നമ്മൾ ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇക്വേഷൻസ് വിച്ച് ആർ ട്രൂ ഫോർ ഓൾ നമ്പേഴ്സ് ആർ കോൾഡ് ഐഡന്റിറ്റീസ്. എല്ലാ നമ്പേഴ്സിനും ട്രൂ ആവുന്ന ഇക്വേഷനെയാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ ഒരു ഐഡന്റിറ്റി ഓർഡിനറി ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇനി അത് ഐഡന്റിറ്റി ആയിട്ട് എഴുതണം. ടു മൾട്ടിപ്ലൈ എ സം ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ് by a sum of positive numbers, multiply each number in the second sum by each number in the first sum and add. അതായത് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന്റെ സമ്മിനെ വേറെ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന്റെ സം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് സമ്മിലുള്ള ഓരോ നമ്പറിനെയും സെക്കൻഡ് സമ്മിലുള്ള ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യണം. അതാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ്. നമ്പേഴ്സ് എടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഒരു നമ്പർ എടുത്തു 26 into 74. 26 into 74 നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. പക്ഷെ ഐഡന്റിറ്റിയിൽ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഈ 26നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. 26നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് എങ്ങനെയാണെങ്കിൽ 26ന് മുൻപുള്ള 10ന്റെ മൾട്ടിപ്പിൾ നോക്കി. 10ന്റെ മൾട്ടിപ്പിൾ എത്രയാണ്? 26ന് മുൻപുള്ളത് 20. 20 പ്ലസ് ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 6. അപ്പൊ 26ന് 20 plus 6 എന്ന് എഴുതി. നെക്സ്റ്റ് 74നെ അതുപോലെ തന്നെ എഴുതി. അപ്പൊ 74ന് മുന്നുള്ള 10ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 70 ആണ്. പ്ലസ് 4 70 പ്ലസ് 4 എന്ന് എഴുതി. അപ്പൊ ഇവിടെ എന്തായി? രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന്റെ സമ്മ് ഇൻറ്റു വേറെ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന്റെ സമ്മ്. അതാണ് ഈ ഐഡന്റിറ്റിയിൽ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ഫസ്റ്റ് സമ്മിലുള്ള ഓരോ നമ്പറിനെയും സെക്കൻഡ് സമ്മിലുള്ള നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 20 ഫസ്റ്റ് സമ്മിലുള്ള നമ്പർ ഇൻറ്റു 70. 20 into 70 പ്ലസ് നെക്സ്റ്റ് ഈ 20നെ സെക്കൻഡ് സമ്മിലുള്ള നെക്സ്റ്റ് നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്തു. 20 into 4 പ്ലസ് നെക്സ്റ്റ് ഇവിടെ ഫസ്റ്റ് സമ്മിലുള്ള സെക്കൻഡ് നമ്പർ 6 into 70 പ്ലസ് 6 into 4 equal to 20 into 70
1400 plus 80 plus 420 plus 24. Add ചെയ്യുമ്പോൾ ആൻസർ 1924. ഇത് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് അതന്നെ കിട്ടും. നോക്കി നോക്കാം. 26 into 74 into 424 2 10 അപ്പോഴും 1924 കിട്ടി. ആൻസറിന് വ്യത്യാസമൊന്നുമില്ല. നമ്മളിവിടെ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്പേഴ്സ് 103 into 205. കഴിഞ്ഞ പ്രോബ്ലം എന്തായിരുന്നു? 2 ഡിജിറ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ആ നമ്പേഴ്സിന് മുൻപുള്ള 10ന്റെ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ നമ്പേഴ്സിന് മുന്നിലുള്ള 100ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരുന്നു. അപ്പൊ 103നെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് മുന്നിലുള്ള 100ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 100 ആണ്. 100 ബാക്കിയുള്ളത് പ്ലസ് 3. 205 എഴുതുമ്പോൾ എന്തായി? 200 അതിന് മുന്നിലുള്ള മൾട്ടിപ്പിൾ പ്ലസ് 5. ഇനി എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 into 200 പ്ലസ് നെക്സ്റ്റ് 100 into 5 പ്ലസ് നെക്സ്റ്റ് 3 എടുക്കുമ്പോൾ 3 into 200 പ്ലസ് നെക്സ്റ്റ് 3 into 5. ഈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 2 2 and 4 zeros 20,000 plus 100 into 5 500 plus 3 into 200 3 into 2 6 600 plus 5 into 3 50. അപ്പോൾ ആൻസർ ആഡ് ചെയ്യുമ്പോൾ 21,150. നമ്പേഴ്സ് വെച്ച് നമ്മൾ ഈ ഐഡന്റിറ്റി ചെയ്തു. ഇനി ഐഡന്റിറ്റി എക്സും വൈ വെച്ച് നമ്മൾ എഴുതണം. നമുക്കിവിടെ 4 നമ്പേഴ്സ് വേണം. അപ്പൊ നമ്മൾ 4 ആൽഫബറ്റ്സ് സെലക്ട് ചെയ്യും. നമ്മൾ സെലക്ട് ചെയ്യുന്നത് എക്സ് വൈ യു വി. ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ആൽഫബറ്റ്സിനെ നമ്മൾ വേരിയബിൾസ് എന്നാണ് പറയുന്നത്. വേരിയബിൾസ്. അപ്പൊ നമ്മളിവിടെ 4 വേരിയബിൾസ് എടുത്തു. ഇനി ഈ നമ്പേഴ്സിന് പകരം വേരിയബിൾസ് ഉപയോഗിക്കാം. അപ്പൊ 100 plus 3 into 200 plus 5. നമ്മൾ ഈ ചെയ്യണേനാണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. 100നെ എക്സ് എന്ന് എഴുതി, 3ക്ക് വൈ എന്ന് എഴുതി, ബ്രാക്കറ്റ് ഇട്ടു, ഇൻറ്റു 200ന് യു എന്ന് എഴുതി, 5ന് വി എന്ന് എഴുതി. ഇനി എന്ത് വേണം? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. എക്സ് ഇൻറ്റു യു. എക്സ് ഇൻറ്റു യു രണ്ടും വേരിയബിൾ ആൽഫബറ്റ്സ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ് യു എന്ന് എഴുതിയാൽ മതി. ഇൻറ്റുവിന്റെ സിമ്പിൾ എഴുതണ്ട. നമ്പേഴ്സ് ആവുമ്പോഴാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷന് സിമ്പിൾ എഴുതുന്നത്. എക്സ് ഇൻറ്റു യു മീൻസ് എക്സ് യു പ്ലസ് എക്സ് ഇൻറ്റു വി ദാറ്റ് ഈസ് എക്സ് വി പ്ലസ് വൈ ഇൻറ്റു യു വൈ യു പ്ലസ് വൈ ഇൻറ്റു വി വൈ വി. അപ്പൊ നമുക്ക് ഐഡന്റിറ്റി കിട്ടി. എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഈക്വൽ ടു ഇതും എല്ലാ എക്സിനും വൈക്കും യുക്കും വിക്കും ട്രൂ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഐഡന്റിറ്റി എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഈക്വൽ ടു എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി. ദാറ്റ് മീൻസ് ഇതിലെ എക്സും വൈയും യുവും വിയും ഏത് പോസിറ്റീവ് നമ്പേഴ്സ് വേണമെങ്കിലും ആവാം. നെക്സ്റ്റ് നമുക്കൊരു ഫ്രാക്ഷൻ എടുത്ത് നോക്കാം. ഐഡന്റിറ്റി 6 and 1/2 into 8 and 1/3. മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഈ 6 and 1/2നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഈസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ എങ്ങനെയാ? 6 and 1/2നെ 6 plus 1/2 എഴുതാം. 6 plus 1/2. 8 and 1/3നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നാച്ചുറൽ നമ്പർ പ്ലസ് ഫ്രാക്ഷൻ ആയിട്ട് 8 plus 1/3. That is equal to multiply 6 into 8 plus 6 into 1/3. Next അടുത്ത നമ്പർ എടുത്തു 1/2 into 8 plus 1/2 into 1/3. ഇനി ഇതിന്റെ ആൻസർ എഴുതാം. 6 into 8 48. 6 into 1/3. 6 into 1/3 എത്രയാണ്? 6 എവിടെയത്? ന്യൂമറേറ്ററിലാണ്. അപ്പൊ നമുക്ക് 6/1 എഴുതാം. 6/3 equal to 2. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 6 into 1/3 നമുക്കറിയാം 6 ന്യൂമറേറ്ററിലാണ്. അപ്പൊ 3 എത്ര ടൈം ആ 6ല്? 3 into 2 ആണ്. 6 ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് ഈസി ആയിട്ട് എഴുതാം. അപ്പൊ ആൻസർ 2 പ്ലസ് നെക്സ്റ്റ് 1/2 into 8.
8 ന്യൂമറേറ്ററിലാണ്. 2 എത്ര ടൈമാ? 2 into 4 8. അപ്പൊ ആൻസർ ഇവിടെ 4 പ്ലസ് 1/2 into 1/3 രണ്ടിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. അപ്പൊ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 1 into 1 1/3 into 2 6. ഇനി ആഡ് ചെയ്യുക 48 plus 2 50 plus 4 54 and 1/6. 54 and 1/6 നമ്മൾ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ടാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത്. അല്ലാതെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ അറിയാം, പക്ഷെ നമ്മളിവിടെ ഐഡന്റിറ്റി പഠിക്കുന്നതുകൊണ്ട് അത് യൂസ് ചെയ്തത്. അപ്പൊ എക്സാമിന് ഐഡന്റിറ്റി യൂസ് ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ ഏതെങ്കിലും നമ്പേഴ്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ കലണ്ടറിന്റെ പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. കലണ്ടറിൽ സ്ക്വയർ ഫോം ചെയ്യണ 4 നമ്പേഴ്സ് സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 4 നമ്പേഴ്സ്, ഏത് 4 നമ്പേഴ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യണം. അതൊരു സ്ക്വയറിന്റെ ഉള്ളിലായിരിക്കണം. അപ്പൊ ഞാനിവിടെ സെലക്ട് ചെയ്യാം ഈ സ്ക്വയർ, അതായത് 2 3 9 10. ഈ 4 നമ്പേഴ്സ് നോക്കുമ്പോൾ ഒരു സ്ക്വയറിന്റെ ഉള്ളിലാണ്, അതായത് നമ്പേഴ്സിന്റെ സ്ക്വയറിലാണ്. ആ നമ്പേഴ്സ് സെലക്ട് ചെയ്തു. 2 3 9 10. ഇതിന്റെ ഡയഗണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യും. ഡയഗണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡയഗണൽ എന്ന് പറയുന്നത് ഇങ്ങനെ. അപ്പൊ 2 into 10 മൾട്ടിപ്ലൈ ചെയ്തു. ആൻസർ എന്ത് വന്നു? 20. നെക്സ്റ്റ് 9 into 3. നെക്സ്റ്റ് ഡയഗണൽ 27. രണ്ട് ഡയഗണൽസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഒന്ന് 20 കിട്ടി, അടുത്തത് 27 കിട്ടി. ഇനി ഇതിന്റെ ഡിഫറൻസ് കാണും. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുക. 27 ആണ് വരുന്നത്. 27 minus 20 equal to 7. ഡിഫറൻസ് 7 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ക്വയർ ഫോം ചെയ്യണ ഏത് 4 നമ്പേഴ്സ് സെലക്ട് ചെയ്താലും നമുക്ക് 7 എന്ന് പറയുന്ന ആൻസർ കിട്ടുമെന്നാണ് നോക്കുന്നത്. നമുക്ക് വേറെ നമ്പേഴ്സ് സെലക്ട് ചെയ്യാം. ഏത് സെലക്ട് ചെയ്യാം? ഇവിടെ കുറച്ച് വലിയ നമ്പർ സെലക്ട് ചെയ്യാം. 13 14 20 21 നമ്പേഴ്സ് സെലക്ട് ചെയ്യും. അപ്പൊ ഡയഗണൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് 13 into 21, നെക്സ്റ്റ് 14 into 20. 13 into 21 എത്രയാ? 273. 14 into 20 280. ഡിഫറൻസ് നോക്കുമ്പോൾ 280 minus 273 equal to 7. അപ്പോഴും എന്ത് കിട്ടി? 7 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? കലണ്ടറിലെ ഏത് മാസത്തെ ആയാലും കുഴപ്പമില്ല, 4 നമ്പേഴ്സ് സ്ക്വയർ ഫോം ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ ഡയഗണൽസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഡിഫറൻസ് 7 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി എന്ത് വേണം? അത് ഓൾജിബ്രയിൽ എഴുതാം. അപ്പൊ നമുക്ക് അതിന് എങ്ങനെ ഓൾജിബ്രയിൽ എഴുതാൻ നോക്കാം. നമ്മൾ സെലക്ട് ചെയ്ത നമ്പർ ഏതാ? 2 3 9 10 അതാണ് നമ്മൾ ചെയ്തത്. ഏത് വേണമെങ്കിൽ എടുക്കാം. ഏത് 4 നമ്പേഴ്സ് എടുത്താലും നമുക്ക് ഡയഗണലിന്റെ പ്രോഡക്റ്റിന്റെ ഡിഫറൻസ് എന്തായാലും 7 കിട്ടും. അപ്പൊ ആ നമ്മൾ ചെയ്തതിന് എടുത്തു. 2 3 9 10 നമ്പേഴ്സ്. നമ്മൾ ഫസ്റ്റ് നമ്പർ 2നെ നമ്മൾ എക്സ് എന്ന് എഴുതി. അടുത്ത നമ്പർ 3. 3നെ 2ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 3 കിട്ടുക? 1 ആഡ് ചെയ്താൽ. നമുക്ക് അപ്പൊ അടുത്ത നമ്പറിന് എന്ത് എഴുതാം? എക്സ് പ്ലസ് 1. നെക്സ്റ്റ് താഴേക്ക് പോകുമ്പോൾ 2ന്റെ കൂടെ 7 ആഡ് ചെയ്യുമ്പോഴാണ് 9 കിട്ടുന്നത്. അപ്പൊ എന്ത് വേണം? എക്സ് പ്ലസ് 7. നെക്സ്റ്റ് എക്സ് പ്ലസ് 7ന്റെ കൂടെ 9ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് 10 കിട്ടുക. അപ്പൊ എക്സ് പ്ലസ് 7ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 7 plus 1 ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 8 കിട്ടി. അപ്പൊ എക്സ് പ്ലസ് 8. അപ്പൊ എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 7 എക്സ് പ്ലസ് 8. അപ്പൊ നമ്മൾ ഓൾജിബ്രയിൽ എഴുതി. നമ്മൾ ഓൾജിബ്രയിൽ എഴുതിയത് ഇങ്ങനെയാണ് എഴുതിയത്. നമ്പേഴ്സ് എഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7 കിട്ടി. ഓൾജിബ്രയിൽ എഴുതിയത് പ്രോഡക്റ്റും ഡിഫറൻസും കണ്ട് 7 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം ഇതിന്റെ ഡയഗണൽസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8. നെക്സ്റ്റ് ഡയഗണൽ എന്ത് വന്നു? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 7. അപ്പൊ ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. ഈ ഓരോന്നില് ഇപ്പുറത്ത് മൾട്ടിപ്ലൈ. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 8 പ്ലസ് 8x. ഇവിടെ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എക്സ് സ്ക്വയർ എഴുതി. അതുപോലെ എക്സ് ഇൻറ്റു 8 എന്നുള്ളത് x8 എന്നല്ല എഴുതുക. ആദ്യമാണ് നമ്മൾ എപ്പോഴും നമ്പർ എഴുതുക 8x.
അവിടെ നമുക്ക് എന്ത് എഴുതേണ്ട ആവശ്യമില്ല, ഇൻറ്റു ഇടേണ്ട ആവശ്യമില്ല. രണ്ട് വേരിയബിൾ ആണെങ്കിലും ഇൻറ്റു എന്ന് എഴുതേണ്ട ആവശ്യമില്ല, ഒരു നമ്പറും ഒരു വേരിയബിൾ ആണെങ്കിലും അതിന്റെ ഇടയിൽ ഇൻറ്റു എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 7 എടുത്ത് എഴുതണം. ആദ്യം എന്ത് വേണം, എക്സ് ഇൻറ്റു എക്സ്, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 7 ആദ്യം എഴുതി, പിന്നെ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ്, 1 ഇൻറ്റു എക്സിന് നമ്മൾ സാധാരണ എക്സ് എന്ന് മാത്രമേ എഴുതാറുള്ളൂ. എക്സ് എന്ന് മാത്രം എഴുതി അതിന്റെ മീനിങ് എന്താ, ഇവിടെ 1 ഉണ്ട് പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു 7 7. ഇനി ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് എക്സ് ഉണ്ട്, 7x പ്ലസ് എക്സ്. അതായത് ഒരേ വേരിയബിൾ ആണ്, വേരിയബിളിന്റെ പവർ രണ്ടും 1 ആണ്. ഇവിടെ ഈ എക്സ് സ്ക്വയറും ഈ എക്സും തമ്മിൽ അത് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ രണ്ടിന്റെയും വേരിയബിൾ സെയിം ആണ്, വേരിയബിളിന്റെ പവറും സെയിം ആണെങ്കിൽ അതിന്റെ കൂടെയുള്ള നമ്പർ ഇല്ലേ, ഇവിടെ 7 ഉണ്ട്, ഇവിടെ എക്സ് മാത്രമുള്ളൂ എന്ന് വെച്ചാൽ എന്തുണ്ടെന്ന് പറഞ്ഞത്, അവിടെ 1 ഉണ്ട്, എക്സ് മാത്രം എന്ന് വെച്ചാൽ അവിടെ 1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പേഴ്സ് ആഡ് ചെയ്യുക, 7 പ്ലസ് 1 8x. അപ്പൊ എന്ത് വന്നു, എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 7. ഇനി നമുക്ക് എന്ത് വേണം, ഇതിന്റെ ഡിഫറൻസ് കാണണം. ഡിഫറൻസ് കാണണമെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 8x ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. അതായത് അധികമുള്ള ടേം കണ്ടാൽ മതി. നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 8x ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 8x ഉണ്ട്. അപ്പൊ ഇതിൽ അധികം ഉള്ളത് എത്രയാ, 7 ആണ്. അപ്പൊ ഡിഫറൻസ് എത്രയാ, ഡിഫറൻസ് ഈക്വൽ ടു 7 ആണ്. ഇതിൽ രണ്ടിലും എക്സ് സ്ക്വയർ പ്ലസ് 8x ഉണ്ട്, ഡിഫറൻസ് 7 ആണ്. അപ്പൊ നമ്മള് ആദ്യം എന്ത് ചെയ്തു, കലണ്ടറിലെ സ്ക്വയർ ഫോം ചെയ്യണ 4 നമ്പേഴ്സ് സെലക്ട് ചെയ്തു. ആ നമ്പേഴ്സിന്റെ ഡയഗണൽസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടു. അപ്പൊ നമുക്ക് 7 കിട്ടി. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഓൾജിബ്രയിൽ എഴുതി. ഓൾജിബ്രയിൽ എഴുതിയതിനു ശേഷം ഓൾജിബ്രയിൽ എഴുതുമ്പോൾ നമുക്ക് അപ്പോഴും ആൻസർ 7 കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ചെയ്തിട്ട് കാണിച്ചു. ഇത്രയാണ് ചെയ്യുന്നത്. ഇനി മിക്ക പ്രോബ്ലത്തിനും ഇതുപോലെ ഈ 3 സ്റ്റെപ്പ് ചെയ്യണം. നമ്പേഴ്സ് വെച്ച് ചെയ്യണം, ഓൾജിബ്രയിൽ എഴുതണം, ഓൾജിബ്ര വെച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യും വേണം.